കണ്ണൂർ മട്ടന്നൂർ വട്ടിപ്രത്ത് ക്വാറിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ അപകടമുണ്ടായി. മണ്ണ് വീണതിനെ തുടർന്ന് 40 അടി ഉയരത്തിൽ പൊങ്ങിയ വെള്ളം 300 മീറ്ററോളം താഴേക്ക് ഒഴുകിയെത്തി. സമീപത്തെ വീട് പൂർണ്ണമായും തകർന്നു. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പുലർച്ചെ 5:15 കൂത്തുപറമ്പിലെ വട്ടിപ്പുറം പ്രദേശം ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും പലതും വന്നു പതിക്കുന്ന ശബ്ദം. കണ്ണുപൂട്ടി തുറക്കും മുന്നേ എന്തൊക്കെയോ സംഭവിച്ചു. സാഹചര്യം ശാന്തമായി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി ആളുകൾക്ക് മനസ്സിലായത്. വീടിൻ്റെ മുകളിലാണ് കല്ലുകൊണ്ട് ടെറസ് പോയി, പിന്നെ ഓട്ടോ പോയി, സ്കൂട്ടി പോയി, പിന്നെ മുഴുവൻ ഷീറ്റ് ഇട്ടിനു അതെല്ലാം പോയി, ഒരു വിറക് വരിയിട്ടേനു അത് പോയി, എല്ലാം മൊത്തത്തിലെല്ലാം പോയി. വട്ടിപ്പുറത്തെ പ്രവർത്തനം നിർത്തിയ ക്വാറിയിലെ വെള്ളമാണ് വലിയ നാശനഷ്ടം വിതച്ച് ഇരച്ചെത്തിയത്. ക്വാറിയോട് ചേർന്ന മന്തമ്പേത്ത് ബാബുവിന്റെ വീട് പൂർണ്ണമായും തകർന്നു. ബാബുവിന്റെ ഭാര്യ ലീലയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു 4:45 പിന്നെ ഒരു ശബ്ദം കേട്ടി വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുകയും അവർ പശു ഉണ്ടായിരുന്നു, അവരെ കഴിച്ചു മാറ്റുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ഭാഗ്യവശാൽ അവർ പുറത്തായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. കാരണം ഈ ഒരു കോറ വളരെ അധികം ആഴമുണ്ട്, ദൃശ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് 3 സ്ഥലത്തുനിന്നും മണ്ണ് ഇടിഞ്ഞ് ഇതിലുള്ള പൂർണ്ണമായ വെള്ളം ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ വെള്ളം പൊന്തുകയുണ്ടായത്. കരിങ്കൽ ക്വാറിയുടെ 3 വശങ്ങളിൽ നിന്നും പൊടുന്നനെ മണ്ണിടിഞ്ഞ് വീണതോടെ 40 അടിയോളം ഉയരത്തിൽ തിരമാല പോലെ വെള്ളം ഉയരുകയായിരുന്നു. കൂടെ പാറക്കല്ലുകളും തെറിച്ചുപോയി. ഈ കല്ല് വീണാണ് സമീപത്തെ ടി പ്രണീതിന്റെ വീടിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നത്. മറ്റൊരു കല്ല് പതിച്ച് പ്രണീതിന്റെ ഓട്ടോറിക്ഷയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇരുചക്ര വാഹനവും തകർന്നു. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പോലീസ് പ്രദേശത്തേക്കുള്ള പ്രവേശനവും തടഞ്ഞിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.